എന്തുകൊണ്ടാണ് ഒരാളുടെ ജീവിതത്തിൽ ദീർഘകാലങ്ങളായി കാത്തിരിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ചിന്തയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഈ ദീർഘനാൾ എന്ന് പറയുന്നത് ഒരു 1-2 വർഷമോ 3-4 വർഷമോ അങ്ങനെയുള്ള ചെറിയ കണക്കുകളല്ല. ഒരു 10 വർഷമായിട്ടും 15 വർഷമായിട്ടും 20 വർഷമായിട്ടും 25 വർഷമായിട്ടുമൊക്കെ ഒരു വാഗ്ദത്തം പ്രാപിച്ചതിന് ശേഷം കാത്തിരിക്കപ്പെടേണ്ടി വരുന്നവർ. ഇത്രയും ദീർഘകാലയളവ് കാത്തിരിക്കേണ്ടി വന്നിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ഒരു റിസൾട്ടും ലഭിക്കാത്ത ചില വ്യക്തികൾ. ഈ ഒരു കാലയളവിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ഒരുപാട് ദൈവദാസന്മാരുടെ കൈ കീഴിൽ ചെന്ന് നിന്നു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ഒരു റിസൾട്ടും ലഭിക്കാത്ത ചില വ്യക്തികൾ. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ടാവും, നിർബന്ധം പിടിച്ചിട്ടുണ്ടാവും, കരഞ്ഞു നോക്കിയിട്ടുണ്ടാവും, ദൈവത്തോട് പിണങ്ങി നോക്കിയിട്ടുണ്ടാവും. ഏറ്റവും അവസാനം അവർ അതിനൊന്നും ഒരു ഫലവും ഉണ്ടാകാതെ വരുമ്പോൾ അവസാനം ചിലപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകും, സഭ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകും. ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടാകാത്ത ചില പ്രത്യേക കൂട്ടർ. എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി ഉണ്ടാകാത്തത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് ആധാരമായി ഞാൻ ശമൂവേലിൻ്റെ പുസ്തകമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഹന്നായുടെയും ശമൂവേലിൻ്റെയും ജീവിതമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഹന്നായും ഇതുപോലെ തന്നെ ദീർഘനാളായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൾ മച്ചിയായിരുന്നു. ദീർഘകാലങ്ങളായി അവൾ മച്ചിയായിരുന്നു. അവൾക്ക് കുട്ടികളില്ലായിരുന്നു. അതിനുവേണ്ടി അവൾ ദീർഘനാൾ കരഞ്ഞിരുന്നു. പക്ഷേ അവളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ആ ഒരു സീസണിന് ശേഷം ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ഒരു സീസൺ ഉണ്ടായി. അവളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ശമൂവേൽ. അവൾക്ക് എന്തുകൊണ്ട് ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നതിൻ്റെ ഉത്തരമാണ് ശമൂവേൽ. ശമൂവേലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ദൈവം ഇടവരുത്തിയതുമില്ല. അതായത് നിന്റെ സകല പ്രാർത്ഥനകൾക്കും മറുപടി വരുന്നൊരു ദിവസം വരാൻ പോകുന്നു. നിന്റെ വാക്കുകളൊന്നും നിഷ്ഫലമായി പോവുകയില്ല. നീ പറഞ്ഞ ഒറ്റ പ്രവചനങ്ങൾ പോലും നിവൃത്തിയായി എല്ലാം നിവൃത്തിയാകും. നിന്റെ സകല പ്രവചനങ്ങളും നിവൃത്തിയാകും. ഒന്നുപോലും നിഷ്ഫലമായി പോവുകയില്ല. നിന്റെ ഒരു വാക്കുപോലും നിഷ്ഫലമായി പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിനക്ക് അങ്ങനെ ഒരു സീസൺ നിന്റെ മുമ്പിൽ തുറന്നു വരുവാൻ പോകുന്നു. നിന്റെ ഒറ്റ വാക്കുപോലും നിഷ്ഫലമായി പോകാത്തൊരു സീസൺ.